അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് സാറ്റർഡേ ആണ്. ഇനി ഞങ്ങൾ നേരെ കൂർഗിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഞങ്ങള് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മള് വയനാട്ടിൽ നേരെ ഏകദേശം ഒരു 6 രാവിലെ. ഇനി കൂർഗിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇവിടെ വയനാടൊന്നും എവിടെ തുറന്നിട്ടില്ല മാനന്തവാടി. അപ്പോൾ നല്ല പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ട്. കാണാം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ലൈം ടീ കുടിച്ചോണ്ടിരിക്കുകയാണ് അർജുൻ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇനി നേരെ കൂർഗ്. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്. നല്ല സുഖമുണ്ട്. തിരുനെല്ലിക്ക് പോകുന്ന റൂട്ടിലും വലത്തോട്ട് നമ്മുടെ കുടകിക്ക് പോകുന്ന റൂട്ടിൻ്റെ അവിടെ എത്തി. ഇവിടെയാണ് നമ്മുടെ ഫേമസ് ഉണ്ണിയപ്പം സ്പോട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് ആ ഷോപ്പ്. കണ്ടോ, ജംഗിൾ വ്യൂ ഉണ്ണിയപ്പക്കട. നല്ല ഫുഡാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങി. നമ്മുടെ ഉണ്ണിയപ്പം കാണിക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഉണ്ണിയപ്പം. ഇതാണ് കറക്റ്റ് സ്പോട്ട്. നല്ല അടിപൊളി കട കേട്ടോ. ജംഗിൾ വ്യൂ ഉണ്ണിയപ്പക്കട എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര ഒരു രസമുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉണ്ണിയപ്പൊക്കെ കഴിച്ച് ഇപ്പോൾ നാഗർഹോയിൽ ടൈഗർ റിസർവിലെ റൂട്ടിലെത്തി. കിഡിലൻ ക്ലൈമറ്റ് ആണ്. അതായത് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ പോകാൻ പറ്റിയ നല്ല രസമുള്ള റൂട്ടാണ്. അങ്ങനെ കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ടു. ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂർഗിക്ക് തിരിയുന്ന സ്ഥലത്ത് ചെറിയൊരു 20 റുപ്പീസ് കൊടകത്താറായി. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ഒരു മിൽക്ക് ഷേക്ക്, ബദാം ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഏകദേശം ഗോൾഡൻ ടെമ്പിൾ റോഡിൻ്റെ അവിടെ നമ്മൾ കൂർഗിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. നല്ല തിരക്കാട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ. ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവിടെ കുറേ ബാഗും ഇതൊക്കെ കണ്ട സന്തോഷത്തിലാണ്. ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ്. ഞങ്ങൾ ഇനി ഉള്ളിലേക്ക് പോയി നോക്കട്ടെ. കുറച്ച് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതായിരുന്നു അതിൻ്റെ ഒരു എൻട്രൻസ്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഒന്നാമത് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറേ അവിടുത്തെ ടിബറ്റൻസ് ആൾക്കാരെയൊക്കെ കുറേ പേരെ കണ്ടു. അങ്ങനെ അവർ തന്നെയായിരുന്നു അവിടെ ഫുൾ. പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് പോയി. ഇതാണ് മെയിൻ ഒരു കവാടം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. നല്ല തിരക്കാണ്. അതിൻ്റെ ഉള്ളിൽ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറി. ഇതായിരുന്നു അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇത്. അതുകൊണ്ട് ആ ഉള്ളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 60 ഫീറ്റ് ഇൻ ഹൈറ്റ് വരുന്ന 3 സ്റ്റാച്യൂസാണ് ഉള്ളിലുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അത് നേരിട്ട് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി, ചെരുപ്പൊക്കെ എടുത്തു, പിന്നെ നേരെ പോയത് ഷോപ്പിംഗ്. ഗോൾഡൻ ടെമ്പിൾ കണ്ടിറങ്ങി. ഇനി എന്താ പരിപാടി? പറ. ഷോപ്പിംഗ് പോകണമെന്ന് പറയുന്നുണ്ട്. ഷോപ്പിങ്ങിനാണ് കയറി പോയിട്ടുണ്ട്. ഇങ്ങനെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഡാർജിലിംഗ് ടിബറ്റൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തി. ഒരു ഷോപ്പിങ്ങിനായിട്ടുള്ള ചെറിയൊരു കോംപ്ലക്സ് ആണത്. പർച്ചേസ് തോന്നുന്നുണ്ട്, സ്പീഡിൽ നടക്കുന്നുണ്ട്. ഇവിടുന്ന് എന്താ വാങ്ങണത്? ഷോപ്പിങ്ങിന് ഇങ്ങനെ അറ്റത്തെത്തി കോംപ്ലക്സിൻ്റെ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ നടക്കണമെന്നാണ് പറഞ്ഞത്. തുടങ്ങി എല്ലാം അങ്ങനെ നോക്കുന്നുണ്ട്. ഐറ്റംസ് പർച്ചേസ് ചെയ്തു. ആളിത് കൂടെ വരുന്നുണ്ട്. അവിടെ കാണാനില്ലല്ലോ. ഇനിയും തിരയാണ് ഇത്ര. ഈ ബാഗാണിപ്പോൾ. ആ, നിനക്കേതാ ഇഷ്ടപ്പെട്ടത്? എടുക്കണ്ടോ? ഓ, എന്താ എളി. അങ്ങനെ ടിബറ്റൻ സിംഗിങ് ബോൾ ട്രൈ ചെയ്തു. അത് കുറച്ച് ടാസ്ക്കാണ്. പ്രത്യേക രീതിയിൽ അടിച്ചിട്ട് ഇങ്ങനെ 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 ആക്കണം. നല്ല ശബ്ദം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടും. നല്ല രസമായിരുന്നു. ആദ്യം അവൾ ട്രൈ ചെയ്തു, പിന്നെ അവരത് പഠിപ്പിച്ചു തന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തു, ശരിയായില്ല. ഒരു ചാക്ക് നിറച്ച സാധനങ്ങൾ. വീട്ടിൽ പോണ ആൾക്കാരുടെ കയ്യിലൊന്നും സാധനങ്ങളില്ല, ഞങ്ങളെ മാത്രമാണ് പക്ഷെ അത്യാവശ്യം അഫോർഡബിൾ അല്ലെല്ലാം. വലിയ റേറ്റ് ഇല്ല സാധനങ്ങൾക്കൊന്നും. കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം. അപ്പം ഷോപ്പിംഗ് കഴിഞ്ഞു. എന്തോ ഒരു ബാംബു എന്തോ സംഭവം അവിടെ പോകണം. പിന്നെ ഫുഡ് കഴിക്കണം. പിന്നെ ഇത് നമ്മൾ കാറിൽ തൂക്കാൻ വേണ്ടി വാങ്ങിച്ച സംഭവം. ഇതൊക്കെ തൂക്കണം കാറിൽ. കുഴപ്പമില്ല. അമ്മയ്ക്ക് ചായപ്പൊടി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്പൈസസ് മാർക്കറ്റിലെത്തി കൂർഗിൽ. പിന്നെ ചായപ്പൊടിയൊക്കെ വാങ്ങി. അവിടെ അപ്പുറത്ത് ഭക്ഷണം, അവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ ബാംബു ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്, അടുത്ത ലൊക്കേഷൻ. എന്തായാലും കയറ്. അങ്ങനെ ഞങ്ങൾ ചായപ്പൊടി, ചന്ദനത്തിരി, പെർഫ്യൂം, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. കുറച്ച് വില ഉണ്ട്. വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. എന്തായാലും ഇനി ഭക്ഷണം കഴിക്കണം. നേരെ ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി നേരെ ബാംബു ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. എല്ലാം സജീവമാട്ടോ. ഷോപ്സും എല്ലാം, ഷോപ്പിങ്ങിനുള്ള സെൻറ്ററും എല്ലാം സജീവമാണ്. ആളുകളുടെ നന്നായിട്ട്. അപ്പോൾ ഞങ്ങൾ ബാംബു ഫോറസ്റ്റിലേക്ക് പോകാത്ത കാഴ്ചകൾ കാണിച്ചു തരാം. കാവേരി നിസർഗധാം. പാർക്കിൻ സ്ഥലം ഉണ്ടോന്ന് അറിയണ്ട. നമ്മളിതപ്പോൾ ബാംബു ഫോറസ്റ്റിൻ്റെ അവിടെ എത്തി. കൂർഗിൽ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ടിക്കറ്റ് മേടിക്കാൻ പോവുകയാണ്. 60 റുപ്പീസാണ് അഡൽട്ടിൻ്റെ ചാർജ്. അങ്ങനെ ഞങ്ങൾ ബാംബു ഫോറസ്റ്റിൽ അവിടെ ഒരു തൂക്കുപാലമുണ്ട്, അത് കയറി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അവിടെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. പക്ഷെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. വെയിലൊന്നുമില്ല, നല്ല തണലത്ത് കൂടെ അങ്ങനെ നടക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈഡ് സ്ഥലം. അങ്ങനെ അവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് അവിടെ പോയപ്പം അവരുടെ കുറേ രീതികളൊക്കെ കാണിക്കുന്ന കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. അതെന്തോ അവരുടെ ഒരു ആർട്ടാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നടന്നു. അതിൻ്റെ കഴിഞ്ഞ് സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്.
അതിലൊന്നും കയറിയില്ല, ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. അവിടെ ചെറിയൊരു ഷോപ്പിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ച്, പിന്നെ അവിടെയും കുറച്ച് ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ കിട്ടി ചെയ്തു. ഇവിടെ 100 റുപ്പീസിന് ടീഷർട്സ് ട്രൗസേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാം അല്ലേ. ട്രൗസറും സാധനങ്ങളും. പിന്നെ ആ കടയിൽ ഇവിടെ വേറൊരു കടയിൽ 10 രൂപയ്ക്ക് കുറേ സാധനങ്ങൾ, ലേഡീസ് ഐറ്റംസ് 10 രൂപയ്ക്ക്. ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ രാവിലെ കണ്ടതിനേക്കാൾ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടകളും 100 രൂപ, 150 രൂപ, പിന്നെ 10 രൂപ കടകൾ, പിന്നെ കുറേ സ്നാക്സിൻ്റെ കടകൾ. ഒരു ഏരിയ മൊത്തം ഷോപ്പിംഗ്. കേട്ടോ തണുപ്പുണ്ട് ഇവിടെ. സിപ്പ് ലൈൻ സിസ്റ്റംസ് പരിപാടി, ചെറിയ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ അവിടുന്ന് പുറത്തുനിന്ന് മാങ്ങ കഴിച്ചു. അവിടെ ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ തിരിച്ച് മടങ്ങിയാലെന്ന് വിചാരിക്കണം. മൂഡിനനുസരിച്ചിട്ട് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് കയറും. നല്ല മാങ്ങയൊക്കെയാണ്. ഇനി നേരെ വടകരയ്ക്കാണ് പോകുന്നത്. ഇവിടെ അളിയൻ്റെ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ കാണാം. പുളിയില്ലാത്ത മാങ്ങ. നല്ല അടിപൊളി സ്ഥലം. ഒരു ചെറിയ ചാറ്റൽമഴയുണ്ട്, പിന്നെ പാടം വൈബ്, രക്ഷയില്ല. എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഭയങ്കര ഫുൾ പാടം, മല, കുന്ന്, മഴ, പുഴയില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിക്കുക ചായ കുടിക്കാൻ. കൂർഗേറ്റ് നല്ല നല്ല രസമുള്ള സ്ഥലം കേട്ടോ, കാണിച്ചു തരാം. ഭയങ്കര കോടയും നല്ല മഞ്ഞൊക്കെ ഉള്ള അടിപൊളി സ്ഥലം. ഫലൂദ, തണുപ്പത്ത് ഫലൂദ. നല്ല മഞ്ഞിറങ്ങിയിട്ട് ഞങ്ങൾ മടങ്ങാണ്. നേരെ ഇനി വടകരയ്ക്കാണ്. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതുവരെയും ബൈ. അടിപൊളി കോടമഞ്ഞ്.